Hello dear friends, we can discuss first aid important multiple choice questions for staff nurse, JPHN or JHI. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് എല്ലാവർക്കും തന്നെ ചോദിക്കാവുന്നതാണ്, എല്ലാവരുടെയും സിലബസിൽ ഉള്ളതാണ്, JHIയുടെ സിലബസ് ഉള്ളതാണ്. അപ്പം എല്ലാവരും തന്നെ ഈ വീഡിയോ കാണുക, ഇമ്പോർട്ടൻസ് വീഡിയോ ആണ്. വീഡിയോയിൽ ആരെങ്കിലും പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ആദ്യം പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് നോക്കാം. ഫസ്റ്റ് എയ്ഡ് നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് നോക്കണം. ഇത് സിലബസിൽ നിന്ന് എടുത്തതാണെങ്കിൽ കൂടി ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്: പ്രിസർവ് ലൈഫ്, പ്രിവെന്റ് ഡിറ്റോറിയേഷൻ ആൻഡ് പ്രൊമോട്ട് റിക്കവറി. ഈ 3 P നിങ്ങൾ ഓർത്തിരിക്കണം. വാട്ട് ആർ ദ 3 P's ഇൻ ഫസ്റ്റ് എയ്ഡ് എന്ന് ചോദിച്ചാൽ, പ്രിസർവ് ലൈഫ്, ദാറ്റ് ഈസ് പ്രൊട്ടക്ട് ലൈഫ്. നമുക്കറിയാലോ, നമ്മളൊരു രോഗിയുടെ ലൈഫ് രക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ ദ ഇമ്മീഡിയറ്റ് കെയർ ഗിവൺ ടു എ വിക്ടിം ഇൻ ദ പ്ലേസ് ഓഫ് ആക്സിഡന്റ്, ദാറ്റ് ഈസ് ഫസ്റ്റ് എയ്ഡ്. ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് ഫസ്റ്റ് എയ്ഡ്. ദ ഇമ്മീഡിയറ്റ് കെയർ ഗിവൺ ടു എ വിക്ടിം ഇൻ ദ പ്ലേസ് ഓഫ് ആക്സിഡന്റ്. പ്രിസർവ് ലൈഫ്, പ്രിവെന്റ് ഡിറ്റോറിയേഷൻ. ഡിറ്റോറിയേഷൻ എന്ന് പറയുമ്പോൾ വേഴ്സണിങ്, കണ്ടീഷൻ വേഴ്സൺ ആകാതിരിക്കാനുള്ള ചില സപ്പോർട്ട് മെഷേഴ്സ് നമ്മൾ കൊടുക്കണം. ദെൻ പ്രൊമോട്ട് റിക്കവറി, റിക്കവറി നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ആക്ഷൻ ആണ് ഫസ്റ്റ് എയ്ഡ്. 3 P's മറക്കരുത്: പ്രിസർവ് ലൈഫ്, പ്രിവെന്റ് ഡിറ്റോറിയേഷൻ ആൻഡ് പ്രൊമോട്ട് റിക്കവറി. ദെൻ ടേക്കിംഗ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, കാമിംഗ് ഡൗൺ ദ സിറ്റുവേഷൻ, കോളിംഗ് ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ്, അപ്ലൈ ദ റിലവന്റ് ട്രീറ്റ്മെന്റ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് സിറ്റുവേഷൻ വുഡ് യു റാപ്പ് എ കാഷ്വാലിറ്റി ഇൻ എ കോൾഡ് വെറ്റ് ഷീറ്റ്? ഓപ്ഷൻസ്: stroke, fainting, heat stroke, heart attack. Correct answer is heat stroke. In which situation would you wrap a casualty in a cold wet sheet? Heat stroke. Heat stroke എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചൂട് 104 ഫാരൻഹീറ്റിന് മുകളിലോ 40 ഡിഗ്രി സെൽഷ്യസ് മുകളിലോ ആകുന്ന അവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്ക്. സോ എക്സ്ട്രീം ഹീറ്റ് ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ. സോ വി ഷുഡ് റാപ്പ് പേഷ്യന്റ് ഇൻ എ കോൾഡ് ബ്ലാങ്കറ്റ്. കോൾഡ് ബ്ലാങ്കറ്റ് എന്നാണ് പറയാ, ഓർ വെറ്റ് ഷീറ്റ്. നമ്മളൊരു കോൾഡ് സിറ്റുവേഷനിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നു. സോ ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് ആക്ഷൻ അഗൈൻസ്റ്റ് ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ 104 ഫാരൻഹീറ്റിന് മുകളിലോ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോ ചൂടെത്തുന്ന അവസ്ഥയാണ്. Next question: after someone has fainted, what position should they be in to aid recovery? Lay flat, lay down with legs raised, sit in chair, stand upright. Correct answer is lay down with legs raised. After someone has fainted, what position should they be in to aid recovery? Lay down with legs raised. അപ്പൊ കിടന്നിട്ട് നമ്മൾ കാലുകൾ ഉയർത്തുന്നത് എന്തെന്ന് വെച്ചാല് നമ്മുടെ ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. സോ എനിബഡി ഹാസ് ഫെയിന്റഡ്, ലേ ഡൗൺ വിത്ത് ലെഗ്സ് റൈസ്ഡ് പൊസിഷൻ ഈസ് ബെസ്റ്റ് പൊസിഷൻ. Third question: if a stroke is suspected, you need to do the FAST test. What do these letters stand for? Face, abdominal, speech, time. Faint, arms, speech, time. Face, arms, speech, time. Face, arms, speech, teeth. Correct answer is face, arms, speech, time. So ഫാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ട്രോക്കിന്റെ കേസിൽ ഫേസ്, ആംസ്, സ്പീച്ച്, ടൈം ആണ്. ഫേസ് എന്താന്ന് ചോദിച്ചാൽ ഫേസ് വീക്ക്നെസ് ഉണ്ടാകുമോ എന്ന് നോക്കണം. അതുപോലെ ആംസ് ആണെങ്കിൽ ആംസ് വീക്ക്നെസ് ഉണ്ടോ എന്ന് നോക്കണം. സ്പീച്ച് സ്ലഡ്, എന്തെങ്കിലും ഡിഫിക്കൽട്ട് സ്പീച്ചിങ് ഉണ്ടോ എന്ന് നോക്കണം. ടൈം പറയുമ്പോൾ ടൈം ടു റീച്ച് ഇൻ ആൻ എമർജൻസി. സോ ദാറ്റ് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫാസ്റ്റ്. ഫേഷ്യൽ ഫാസ്റ്റിന്റെ ഫുൾ ഫോം ആണ് ഫേഷ്യൽ വീക്ക്നെസ്, ഡ്രൂപ്പിംഗ് ഉണ്ടോ നോക്കണം. അതുപോലെ ആംസ് എന്ന് പറയുമ്പോൾ വീക്ക്നെസ്, ക്യാൻ യു റൈസ് ബോത്ത് ഹാൻഡ്, നമ്മൾ ഹാൻഡ് രണ്ടും പൊക്കി നോക്കാനോ അനക്കാനോ ഒക്കെ ശ്രമിക്കണം. അത് സ്പീച്ച് പ്രോബ്ലംസ് ഉണ്ടോ, സ്ലഡ് സ്പീച്ച് ആണോ നോക്കണം. ടൈം ടു കോൾ ഫോർ എമർജൻസി. സോ ദാറ്റ് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫാസ്റ്റ്. A child is brought to you with a severe burn.
what would you prefer to do first? Clean with water, balance body fluid and electrolyte, apply antiseptic first, refer to private hospital. Correct answer in this option is balance body fluid and electrolyte. So a child is brought to you with a severe burn. First we have to manage, adjust electrolyte and body fluids, because ബേൺസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രീം ഡീഹൈഡ്രേഷനിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ കാനുല ഇട്ട് നമ്മൾ ബോഡി ഫ്ലൂയിഡ് പേഷ്യന്റിന് കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഈ ഒരു ഓപ്ഷനിൽ എയർവേ പറഞ്ഞിട്ടില്ല. എയർവേ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. എയർവേ ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അധിക സമയം കളയാതെ ബോഡി ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം. Next question. Usually after a bite from a venomous snake, what symptoms you can expect? Immediate fever. There is severe burning pain at the site within 15 to 30 minutes. Blood in urine, headache. Correct answer is there is severe burning pain at the site within 15 to 30 minutes. അപ്പോൾ വെനമസ് സ്നേക്ക് ആണെങ്കിൽ, വിഷമുള്ള പാമ്പുകളാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും 15 മിനിറ്റിനും 30 മിനിറ്റിനും ഇടയ്ക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. ബേണിംഗ് പെയിൻ ആയിരിക്കും. ബ്ലഡ് ഇൻ യൂറിൻ കാണുന്നുണ്ടെങ്കിലും അത് ചില പാമ്പുകൾക്കും വൈപ്പറിന്റെ ബൈറ്റിലൊക്കെ ബ്ലഡ് ഇൻ യൂറിയ, ഹെമച്ചൂറിയ കാണാറുണ്ട്. പക്ഷെ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്, ഉടനെ അല്ല. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു സിംറ്റംസ് കാണിക്കുന്നതാണ് സിവിയർ ബേണിംഗ് പെയിൻ അറ്റ് ദ സൈറ്റ് വിതിൻ 15 to 30 മിനിറ്റ്സ്. ഹെഡേക്ക് ആൻഡ് ഇമ്മീഡിയറ്റ് ഫീവർ പലപ്പോഴും കാണാറില്ല. ഹെമച്ചൂരിയ ഉണ്ടെങ്കിലും അതൊരു വൈപ്പറിന്റെ കേസിൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോവിംഗ് മോഡ്സ് ഓഫ് വെന്റിലേഷൻ മേ ബി യൂസ്ഡ് ഫോർ വീനിങ് ഓഫ് പേഷ്യൻസ് ഫ്രം മെക്കാനിക്കൽ വെന്റിലേഷൻ എക്സെപ്റ്റ് പ്രഷർ സപ്പോർട്ട് വെന്റിലേഷൻ PSV, synchronized intermittent mandatory ventilation SIMV, assist control ventilation, controlled mechanical ventilation. വീനിങ് ഓഫ് പേഷ്യന്റിന് വീനിങ്ങിലേക്ക് പോകാന്ന് പറയുമ്പോൾ പേഷ്യന്റിന് വെന്റിലേഷന്റെ സപ്പോർട്ട് കുറച്ചു കൊണ്ടെന്ന് പേഷ്യന്റിനെ സ്വതന്ത്രമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഫ്രം മെക്കാനിക്കൽ വെന്റിലേഷൻ എക്സെപ്റ്റ്. അപ്പോൾ വീനിങ്ങിന് മുമ്പുള്ള മോഡ് ഏതൊക്കെയാണ്, വീനിങ്ങിന്റെ മോഡ് അല്ലാത്തത് ഏതാണെന്ന് ആണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ പറയുന്നത് കൺട്രോൾഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ. കൺട്രോൾഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ വെന്റിലേറ്ററിലെ ഫുൾ കൺട്രോളിലാണ് പേഷ്യന്റിന് സ്ഥിതി ചെയ്യുന്നത്. സോ പേഷ്യന്റ് ഈസ് ഇൻ പാരലൈസ്. കൺട്രോൾഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ ആണ് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് പാരലൈസ് ആണ്. മെഷീൻ ആണ് അല്ലെങ്കിൽ വെന്റിലേറ്റർ ആണ് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത്. പേഷ്യന്റിന് ഒരു തരത്തിലുള്ള ബ്രീത്തും ചെയ്യുന്നില്ല. പക്ഷെ പ്രഷർ സപ്പോർട്ട് വെന്റിലേഷൻ അല്ലെങ്കിൽ SIMV, സിങ്ക്രണൈസ്ഡ് ഇന്റർമീഡിയന്റ് മാൻഡേറ്ററി വെന്റിലേഷനിൽ, അസിസ്റ്റ് കൺട്രോൾ വെന്റിലേഷനിലൊക്കെ തന്നെ പേഷ്യന്റ് ചെറിയൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടുകൂടി മെഷീൻ പേഷ്യന്റിനെ സഹായിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പ്രഷർ സപ്പോർട്ട് വെന്റിലേഷനിലാണെങ്കിൽ ഒരു പ്രീസെറ്റ് പ്രഷർ അവിടെ ആ മെഷീനിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പം പേഷ്യന്റ് ക്യാൻ ഇനിഷ്യേറ്റ് ബ്രീത്ത്. അറ്റ് ദ സെയിം ടൈം ദ മെഷീൻ ആൾസോ ഹെൽപ്പ് ദ പേഷ്യന്റ് ടു ബ്രീത്ത്. ഇപ്പൊ SIMV-യിലാണെങ്കിലും പേഷ്യന്റിന് നേരത്തെ ഒരു പ്രീസെറ്റ് വാല്യൂ ഉണ്ട്. ആ വാല്യൂവിൽ പേഷ്യന്റ് ഒരു ട്രിഗർ ചെയ്യുന്നു, ഒരു ബ്രീത്ത് ട്രിഗർ ചെയ്യുന്നു. മെഷീൻ ഓൾസോ ഹെൽപ്പ് ദ പേഷ്യന്റ്. അസിസ്റ്റ് കൺട്രോൾ വെന്റിലേഷൻ, ദ നെയിം ഇസ് സെൽഫ് അസിസ്റ്റ്. സോ the machine assists the patients. Controlled mechanical ventilation means totally machine is controlling the patient. So that is the difference. So weaning off ചെയ്യുമ്പോൾ പേഷ്യന്റിനെ നമ്മൾ കൺട്രോൾഡ് മെക്കാനിക്കൽ വെന്റിലേഷനിൽ ഇടത്തില്ല. The term weaning is used to describe the gradual process of decreasing ventilator support. വെന്റിലേറ്റർ സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് വീനിങ് എന്ന് പറയുന്നു. വീനിങ്, മറ്റൊരു വീനിങ് ഉണ്ട്, മാറിപ്പോകരുത്. വീനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രാജുവലി ഇൻട്രൊഡ്യൂസിങ് ആൻ ഇൻഫന്റ്, ഹ്യൂമൻ ഓർ അനദർ മാമൽ ടു വാട്ട് വിൽ ബി ഇറ്റ്സ് അഡൽട്ട് ഡയറ്റ് വൈൽ വിഡ്രോവിംഗ് ദ സപ്ലൈ ഓഫ് ഇറ്റ്സ് മദേഴ്സ് മിൽക്ക്. അപ്പൊ മദറിന്റെ മിൽക്കിൽ നിന്ന് നമ്മുടെ ഹ്യൂമൻ ഡയറ്റിലേക്ക് വരാനുള്ള ആ ഒരു പ്രോസസ്സിനെ, കുഞ്ഞുങ്ങളുടെ ആ പ്രോസസ്സിനെയും വീനിങ് എന്ന് പറയുന്നു. ഇറ്റ്സ് യൂഷ്വലി സ്റ്റാർട്ട് 6 months. 6 മാസത്തിലാണ് സാധാരണ വീനിങ് തുടങ്ങുന്നത്. അതോടെ ഓർത്ത് വെക്കുക, രണ്ടും തമ്മിൽ മാറിപ്പോരുത്.
Next question, what is the best definition of the hurry cases? Breathing, bleeding and broken bones, any condition that threatens victim's life, any illnesses where the victims vomits, any accident requiring arm sling. Correct answer is any condition that threatens victim's life. So that is hurry cases. Hurry cases എന്ന് പറയുമ്പോൾ ഏത് കണ്ടീഷനും ആകാം, അത് രോഗിയുടെ പേഷ്യന്റിന്റെ ജീവന് അപായം ഉണ്ടെങ്കിൽ അത് ഏത് കണ്ടീഷനും ആകാം. ബ്രീത്തിങ്, ബ്ലീഡിങ്, ബ്രോക്കൺ ബോൺസ് ആകണമെന്നില്ല. അതിലും എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷൻ പേഷ്യന്റിന്റെ ജീവന് ത്രെട്ടൻസ് വിക്ടിംസ് ലൈഫ് ഉണ്ടെങ്കിൽ അതിനെ ഹറി കേസസ് ആണ് പറയുന്നത്. മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DRABC പ്രൊസീജിയർ മീൻസ്. DRABC എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. അതിന്റെ ഫുൾ ഫോം ആണ്. ഡേഞ്ചർ, ഒരു പെട്ടെന്ന് ഒരു അപായം സൂചിപ്പിച്ചു, ഡേഞ്ചർ ആയി, പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ എമർജൻസി ഒന്ന് വിളിച്ചു, ദെൻ നമ്മൾ ചെക്ക് ചെയ്തു എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. ഇപ്പോൾ അത് CAB എന്നാണ്, സർക്കുലേഷൻ എയർവേ ബ്രീത്തിങ് ആണ്. പക്ഷെ DRABC എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഫുൾ ഫോം. അതിനെപ്പറ്റി നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും കൂടെ ഞാൻ ഒന്നുകൂടെ പറയാം. ചെസ്റ്റ് കംപ്രഷൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 inches ബട്ട് നോട്ട് മോർ ദാൻ 2.4 inches. അപ്പം നമ്മൾ വി ഷുഡ് ബി ഹോൾഡ് ദ ഹാൻഡ് ലൈക്ക് ദിസ്. Elbow should be straight and above the lower third of the sternum we have to push and fast. Push and fast എന്ന് പറയുമ്പോൾ അഡൽട്ട് ആണെങ്കിൽ 2 inches ഡെപ്ത് ആയിരിക്കും. 2 to 2.4 ഇഞ്ചസിലാണ് നമ്മൾ ആ ഒരു ഡെപ്തിലാണ് നമ്മൾ പുഷ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഒരു 5 centimeter ഉണ്ടാവും. അതുപോലെ കംപ്രഷൻ റേറ്റ് 100 to 120 കംപ്രഷൻ പെർ മിനിറ്റ് ആണ്. ഇതാണ് കംപ്രഷൻ റേറ്റ്. ചില ബുക്കുകളിൽ 100 per minute എന്നായിരിക്കും. അപ്പൊ അങ്ങനെ ഓപ്ഷൻ വന്നാൽ അത് ശരിയാണ്. കോൾ എമർജൻസി, കോൾ 911 എന്ന് പറയുമ്പോൾ എമർജൻസി ഒന്ന് വിളിക്കുക. ആദ്യം ഒന്ന് വിളിച്ചതിന് ശേഷമാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ലേ ദ പേഴ്സൺ ഓൺ ദെയർ ബാക്ക് ആൻഡ് ഓപ്പൺ ദെയർ എയർവേ, ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ മറക്കരുത്, ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്. അപ്പൊ എന്താ പറയുക, ചിന്നൊന്ന് പൊക്കി പിടിക്കുക, ഹെഡ് ഒന്ന് താഴ്ത്തുക. ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്. പ്ലേസ് യുവർ ഇയർ നെക്സ്റ്റ് ദ പേഴ്സൺസ് മൗത്ത് ആൻഡ് ലിസൺ ഫോർ നോട്ട് മോർ ദാൻ 10 seconds. അപ്പം നമ്മൾ ഇയർ വിക്ടിമിന്റെ നമ്മൾ നോസിന് അടുത്ത് കൊണ്ടുപോയി ഒന്ന് ശ്രവിക്കുക. നോട്ട് മോർ ദാൻ 10 seconds. നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? വിക്ടിംസ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കുന്നത്. ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും CPR കൊടുക്കരുത്. വിക്ടിംസ് അല്ലെ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും CPR കൊടുക്കരുത്. ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ വി ഷുഡ് സ്റ്റാർട്ട് CPR. അതുപോലെ ജോ ത്രസ്റ്റ് എന്ന് എന്താണ്? ജോ ത്രസ്റ്റ് ചെയ്യുന്ന എന്താണ്? സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി ഉണ്ടെങ്കിൽ, നമ്മൾ സസ്പെക്റ്റഡ് സെർവിക്കൽ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കൊരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ നമ്മൾ ഒരിക്കലും ചിൻ ലിഫ്റ്റ് ആൻഡ് ഹെഡ് ടിൽറ്റ് മെത്തേഡിൽ നമ്മൾ ഒരിക്കലും പേഷ്യന്റെ എയർവേ ക്ലിയർ ചെയ്യരുത്. വി ഷുഡ് യൂസ് ജോ ത്രസ്റ്റ് മെത്തേഡ് ഇൻ കേസ് ഓഫ് ടു അവോയ്ഡ് സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി. അപ്പൊ സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ജോ ത്രസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ജോ ത്രസ്റ്റ് എന്ന് എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ ടു അവോയ്ഡ് സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി എന്നുള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. സോ യുവർ ഫിംഗർ വിൽ ബി ഇൻ ദ പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് ദ ജോ. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുക. ദിസ് ഈസ് ദ മെത്തേഡ് ജോ ത്രസ്റ്റ് ടു അവോയ്ഡ് സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി. ചെക്ക് ഫോർ ബ്രീത്തിങ്. ഇഫ് ദേ ആർ നോട്ട് ബ്രീത്തിങ്, സ്റ്റാർട്ട് CPR. നേരത്തെ പറഞ്ഞ പോലെ ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ CPR സ്റ്റാർട്ട് ചെയ്യുക. പെർഫോം 30 ചെസ്റ്റ് കംപ്രഷൻ. അഡൽട്ടിന്റെ കേസിലാണ് 30:2. 30 ചെസ്റ്റ് കംപ്രഷൻ ആൻഡ് 2 റെസ്ക്യൂ ബ്രീത്ത് ഇൻ കേസ് ഓഫ് അഡൽട്ട്. പെർഫോം 2 റെസ്ക്യൂ ബ്രീത്ത്. പിഞ്ച് നോസ് ആൻഡ് ഗീവ്. പിഞ്ച് നോസ് എന്ന് പറഞ്ഞാൽ മൂക്കൊന്ന് അടച്ചു പിടിച്ചതിന് ശേഷം ആൻഡ് ഗീവ് റെസ്ക്യൂ ബ്രീത്ത്. എന്തെങ്കിലും ടവലോ എന്തൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ പെട്ടെന്ന് ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ബ്രീത്ത് കൊടുക്കണം. റിപ്പീറ്റ് അണ്ടിൽ ആൻ ആംബുലൻസ് ഓർ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ അറൈസ്. അപ്പൊ ആംബുലൻസ് വരുന്നവരെ, അല്ലെങ്കിൽ AED എന്ന് പറയുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അപ്പൊ നമ്മൾ ഈ ഷോപ്പിലും ഷോപ്പിംഗ് മാളിലും വലിയ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ അറിയാം, അവിടെ AED വെച്ചിട്ടുണ്ട്. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ. അപ്പൊ അത് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. സോ ഇൻ ദ കേസ് ഓഫ് അഡൽട്ട് 2 inches in case of adult and 1.5 inches in children.
അപ്പൊ 2 ഇഞ്ചസ് ഡെപ്തിലാണ് അഡൽട്ടിന് കൊടുക്കേണ്ടത്. അഡൽട്ടിന് ആ ഒരു സ്റ്റേണത്തിൽ പുഷ് ചെയ്യേണ്ടത് 1.5 ഇഞ്ചസ് ചിൽഡ്രനിൽ. ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ 12 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ്. ചൈൽഡ് ആണെങ്കിൽ ഒരു ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് പുഷ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അഡൽട്ടിലാണെങ്കിൽ ഇന്റർലോക്ക് ചെയ്ത് ഫിംഗർ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. ചൈൽഡിലാകുമ്പോൾ 1 ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുഷ് ചെയ്യേണ്ടത്. ഇൻഫന്റിലാകുമ്പോൾ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടാണ് 1.5 ഇഞ്ച് ഡീപ്പിലാണ്. അപ്പൊ ഇൻഫന്റിൽ എത്ര ഇഞ്ച് ഡീപ്പിലാണ് നമ്മൾ പുഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1.5 ഇഞ്ച് ഡീപ്പിലാണ് പുഷ് ചെയ്യേണ്ടത്. We can use only 2 fingers. In case of children, also 1.5 inch deep, and you can use 1 hand. So that is the difference. ഇതൊക്കെ 1.5 inches deep, 1.5 ഇഞ്ച് ആഴത്തിലാണ് ചെയ്യേണ്ടത്. Then this is the method of head tilt and chin lift method. So in this method, there will be open the airway and the patient can breathe easily. And you have to look, listen and feel for breathing. If there is no breathing, you have to start CPR, and you can check the carotid pulse here and you can start CPR. Then another method is jaw thrust. Question: what should your first action be when treating an electrical burn? Ensure that the casualty is still breathing. Wash the burn with cold water. Check for danger and ensure that contact with the electrical source is broken. Check for level of response. Correct answer is check for danger and ensure that contact with the electrical source is broken. So that is the correct answer. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിൽ നിന്ന് നമ്മൾ ആ ഒരു പേഷ്യന്റിനെ വിടാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അപ്പൊ എന്തെങ്കിലും സ്വിച്ച് ഉണ്ടെങ്കിൽ ഓഫ് ആക്കാനൊക്കെ ശ്രമിക്കുക. So that is the answer. Next question: you are alone, first aider, and have an unconscious non-breathing adult. What should you do first? Start CPR with 30 chest compression. Give 5 initial rescue breath. Call emergency response team requesting AED, defibrillator, and ambulance. Give 2 initial rescue breath. സോ നിങ്ങൾ ഒരു അൺകോൺഷ്യസ് നോൺ ബ്രീത്തിങ് അഡൽട്ടിനെ നമ്മൾ വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആദ്യം ഒരു എമർജൻസി റെസ്പോൺസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കാൾ എമർജൻസി ടീം, എമർജൻസി റെസ്പോൺസ് ടീമിനെ ആദ്യം ഒന്ന് വിളിക്കാനുള്ള ശ്രമം നടത്തുക. ഗെറ്റ് ആൻ ED ആൻഡ് വിതൗട്ട് എനി ഫർദർ ഡിലേ യു ഹാവ് ടു ചെക്ക് ഫോർ ബ്രീത്തിങ് ആൻഡ് ചെക്ക് കാരോട്ടിഡ് പൾസ് ആൻഡ് സ്റ്റാർട്ട് CPR ഇമ്മീഡിയറ്റ്ലി. സോ ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ്. അപ്പൊ ആദ്യമായിട്ട് നമ്മളൊരു എമർജൻസി റെസ്പോൺസ് ടീമിനെ വിളിക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് സ്റ്റെപ്സ് വുഡ് യു ടേക്ക് ടു കൺട്രോൾ ബ്ലീഡിംഗ് ഫ്രം എ നോസ് ബ്ലീഡ്? സിറ്റ് കാഷ്വാലിറ്റി ഡൗൺ, ലീൻ ഫോർവേഡ് ആൻഡ് പിഞ്ച് സോഫ്റ്റ് പാർട്ട് ഓഫ് നോസ്. സിറ്റ് കാഷ്വാലിറ്റി ഡൗൺ, ലീൻ ബാക്ക്വേർഡ് ആൻഡ് പിഞ്ച് സോഫ്റ്റ് പാർട്ട് ഓഫ് നോസ്. ലൈ കാഷ്വാലിറ്റി ഡൗൺ ആൻഡ് പിഞ്ച് സോഫ്റ്റ് പാർട്ട് ഓഫ് നോസ്. ലൈ കാഷ്വാലിറ്റി ഡൗൺ ആൻഡ് പിഞ്ച് ടോപ്പ് ഓഫ് നോസ്. Correct answer is sit casualty down, lean forward and pinch soft part of nose. So to control nose bleeding you have to sit down and lean forward, മുന്നിലേക്ക് ചാഞ്ഞിരിക്കുകയും and pinch soft part of nose. ഒരു പിക്ചറിന്റെ സഹായത്തോടെ നമുക്ക് പഠിക്കാം. So in this picture you can understand this is a wrong method and this is the right method. This is the right method. So first you have to relax and sit upright and lean your body and your head slightly forward. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് ഇരിക്കുക. Breathe through your mouth. വായിലൂടെ ശ്വാസം എടുക്കുക. Use a tissue or damp washcloth to catch the blood. ഒരു നല്ല തുണി എടുത്തിട്ട് ആ ഒരു ബ്ലഡിനെ ഒന്ന് ക്യാച്ച് ചെയ്യുക. Use your thumb and index finger to pinch together the soft part of your nose. അപ്പോൾ സോഫ്റ്റ് പാർട്ട് ഓഫ് ദ നോസിൽ നമ്മൾ ആ 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് തമ്പും ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ ഈ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡും മറ്റ് ബോഡി ഫ്ലൂയിഡ്സും ഒന്നും നമ്മളെ വയറിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമിക്കും. അങ്ങനെ ബ്ലീഡിംഗ് അവിടെ സ്റ്റോപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ടു ട്രീറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ബേൺ, nurse should apply good quality burn cream, clean the area thoroughly with hot soapy water, apply a constricting band between the burn and the heart,
Apply cool running water until there is little or no remaining pain. Correct answer is apply cool running water until there is little or no remaining pain. So to treat a first degree burn, you have to apply cool running water. First degree burn usually affect outer layer of the skin, that is epidermis. നമ്മുടെ outer layer of the skin ആയിട്ടുള്ള എപ്പിഡെർമിസിനെ മാത്രമാണ് ഫസ്റ്റ് ഡിഗ്രി ബേൺ അഫക്ട് ചെയ്യുന്നത്. സൺബേൺ ഇഞ്ചുറി ഒരു എക്സാമ്പിൾ ആണ് ഫസ്റ്റ് ഡിഗ്രി ബേണിന്റെ. സൺബേൺ ഇഞ്ചുറി ഒരു എക്സാമ്പിൾ ആണ് ഫസ്റ്റ് ഡിഗ്രി ബേണിന്റെ. സെക്കൻഡ് ഡിഗ്രി ബേൺ ആകുമ്പോൾ നമ്മുടെ എപ്പിഡെർമിസും ഡെർമിസും അഫക്ട് ചെയ്യും. നമ്മുടെ സെക്കൻഡ് ലെയർ ഓഫ് ദ സ്കിന്നും കൂടെ അഫക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് ഡിഗ്രി ബേൺ. തേർഡ് ഡിഗ്രി ബേൺ ആണെങ്കിൽ നമ്മുടെ എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് ആൻഡ് മസിൽസ്, ടെൻഡൻസ്, സംടൈംസ് ബോൺസ് ആൾസോ ഇൻക്ലൂഡഡ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ബേൺസിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിയില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഷുഡ് യു പ്ലേസ് ദ AED പാർട്സ് വെൻ ട്രീറ്റിംഗ് ആൻ ഇൻഫന്റ് ഫോർ പീഡിയാട്രിക് കാർഡിയക് അറസ്റ്റ്? ചെസ്റ്റ് ആൻഡ് ബാക്ക്. ഡു നോട്ട് യൂസ് ആൻ AED ഓൺ ആൻ ഇൻഫന്റ്. upper chest and mid abdomen wherever they fit. Correct answer is chest and back. അപ്പൊ നമ്മളൊരു പീഡിയാട്രിക് കേസിൽ അല്ലെങ്കിൽ ഇൻഫന്റ് ആണെങ്കിൽ നമ്മൾ AED പാർട്സ് ഡിഫിബ്രിലേറ്റർ ആണ്, അതിന്റെ പാർട്സ് നമ്മൾ ചെസ്റ്റിലും ബാക്കിലുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഫന്റ്. അഡൽട്ട് ഓർ ലാർജർ ചൈൽഡ് ആകുമ്പോൾ place one part on upper right chest and other part on lower left side. ഈ ഒരു രീതിയിൽ നമ്മൾ റൈറ്റ് അപ്പർ ചെസ്റ്റിലും ലെഫ്റ്റ് ലോവർ ലെഫ്റ്റ് സൈഡിലും നമുക്ക് പാടുകൾ അപ്ലൈ ചെയ്യാം. ഈ പാടുകൾ തമ്മിൽ ഒരിക്കലും നമ്മൾ കൂട്ടിമുട്ടാൻ പാടില്ല. സോ വി ഹാവ് ടു ഡെലിവർ ഷോക്ക്. ഇൻ ദ കേസ് ഓഫ് സ്മോളർ ചൈൽഡ് ഓർ ഇൻഫന്റ്, AED parts never touch. Place one part on chest and other on back. അപ്പൊ ഇത് നമ്മൾ കൂട്ടിമുട്ടും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കൂട്ടിമുട്ടും. അതുകൊണ്ട് ഒരു പാഡ് ചെസ്റ്റിലും ഒരു പാഡ് ബാക്കിലുമാണ് കുട്ടികളുടെ കേസിൽ വെക്കേണ്ടത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ തീരെ ചെറിയ കുട്ടികൾ, ഇൻഫന്റിനാണ് വെക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഷുഡ് യു ചെക്ക് ഫോർ ബ്രീത്തിങ് വൈൽ പെർഫോമിംഗ് CPR? ഡു നോട്ട് ചെക്ക് ഫോർ ബ്രീത്തിങ്. കണ്ടിന്യൂ ചെസ്റ്റ് കംപ്രഷൻസ്. 3 seconds, 5 seconds, no longer than 10 seconds. Correct answer is no longer than 10 seconds. You are performing CPR and you have to check for breathing no longer than 10 seconds. That is the correct answer. 10 സെക്കൻഡിൽ കൂടാത്ത രീതിയിൽ നമ്മൾ ബ്രീത്തിങ് ചെക്ക് ചെയ്യുക. Next question, what is the best way to control bleeding? Apply direct pressure, use of a tourniquet, elevation, pressure points. Correct answer is apply direct pressure. So apply direct pressure is the best way to control bleeding. നമ്മൾ വീട്ടിൽ നിന്നൊക്കെയാണ് സംഭവിച്ചെങ്കിൽ യു ക്യാൻ യൂസ് എ ക്ലീൻ ടവൽ ആൻഡ് യു ക്യാൻ അപ്ലൈ ഓവർ ദ ഏരിയ. അപ്പൊ നമ്മൾ ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ആ ഒരു ഏരിയ ബ്ലഡിൽ ചിലപ്പോൾ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ സെയിം ടവൽ നമ്മൾ റിമൂവ് ചെയ്യാതെ യൂസ് അനദർ ടവൽ ഓർ ഗോസ് പീസ് ടു അപ്ലൈ പ്രഷർ ഓവർ ദ ഏരിയ. നമ്മൾ ആ ഒരു ടവലിൽ എത്ര ബ്ലഡിൽ നനഞ്ഞാലും അത് മാറ്റരുത്. വേറൊരു ടവലോട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ വേറൊരു ഗോസ് പീസ് കൊണ്ട് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. Next question, what should you do if you think someone has a broken leg? Splint in the position found with a heating pad on the injured area. Wait for ERT, emergency response team. Keep the person calm and still in the position found until ERT arrives. Place in the recovery position while waiting for ERT. Place on a hard, firm, flat surface and wait for ERT. Correct answer is keep the person calm and still in the position found until ERT arrives. അപ്പൊ നമ്മൾ എമർജൻസി റെസ്പോൺസ് ടീം വരുന്നവരെ ആ ഒരു പേഴ്സണെ കാമാക്കി ശാന്തനാക്കി ഇരിക്കുക. ആ പൊസിഷനിൽ തന്നെ സ്റ്റില്ലാക്കി ഇരുത്തുക. നമ്മൾ ആ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലെഗ് ആ ബ്രോക്കൺ ഏരിയ നമ്മുടെ ടിഷ്യൂ ഇഞ്ചറി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. Next question, to treat strains and sprains, use the acronym RISE, which means rest, ice, compression, elevation, run inside, call EMS, rescue, incline, compress, eliminate pain, rub, ice, crutches, elevate. Correct answer is rest,
ഐസ്, കംപ്രഷൻ ആൻഡ് ഇലവേഷൻ. സോ റൈസ് നമ്മൾ സാധാരണ സ്പ്രെയിനും അതുപോലെ എന്തെങ്കിലും മസിൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നതാണ് റൈസ് എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒരു മെത്തേഡ്സ് ആണ്. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ ആൻഡ് ഇലവേഷൻ. ദാറ്റ് ഈസ് ദ ഫുൾ ഫോം ഓഫ് റൈസ്. റെസ്റ്റ് ദ ഇഞ്ചേർഡ് ഏരിയ ഫോർ 48 hours. അപ്പൊ റെസ്റ്റ് കൊടുക്കുക ആ ഏരിയയിൽ 48 hours. ദെൻ ഐസ് പാക്സ് 15 to 20 minutes several times a day. Ice packs 15 to 20 minutes. Then compression. Compress with the elastic wrap to control swelling. Like this you have to compress. Then elevate the angle above the heart to minimize swelling. Heart in the മുകളിലായിട്ട് angle elevate ചെയ്യുക to minimize swelling. Next question. Maneuver used to move a patient's suspected spinal cord injury is Helmich maneuver, log rolling technique, head tilt, chin lift, none of the above. Correct answer is log rolling technique. അപ്പം ലോഗ് റോളിംഗ് ടെക്നിക് ആണ് നമ്മൾ ഒരു സസ്പെക്റ്റഡ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉള്ള പേഷ്യന്റിനെ നമുക്ക് എസ്പെഷ്യലി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യന്റിനെ ഒരു സ്ട്രക്ചറിൽ നിന്ന് വേറൊരു സ്ട്രക്ചറിലേക്ക് മാറ്റുമ്പോൾ യു ഹാവ് ടു യൂസ് ലോഗ് റോളിംഗ് ടെക്നിക്ക്. ഹെൽമിച്ച് മാനുവർ നമുക്കറിയാം ഒബ്സ്ട്രക്റ്റഡ് എയർവേ ഉണ്ടാകുമ്പോൾ ആ ഒരു ഒബ്സ്ട്രക്ഷൻ നീക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കുന്നതാണ് ഹെൽമിച്ച് മാനുവർ. ഹെഡിൽ ചിൻ ലിഫ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയതാണ് CPR കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട്. ലോഗ് റോളിംഗ് ടെക്നിക്ക് നമുക്കൊരു ചിത്രത്തിന്റെ സഹായത്തോടെ ഒന്നുകൂടെ പഠിക്കാം. സോ ദിസ് മെത്തേഡ് യു ഹാവ് ടു യൂസ്. Log rolling is a maneuver used to move a patient without flexing the spinal column. Patient's legs are stretched. The head is held to immobilize the neck. യൂഷ്വലി നമ്മൾ ലോഗ് റോളിംഗ് കൊടുക്കുന്നത് ഒരു പേഷ്യൻറ്റിനെ ഒരു സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് നിന്നും സ്ട്രെച്ചറിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ രീതിയിൽ 2-3 ആളുകൾ റെസ്ക്യൂവേഴ്സ് ഒരു സൈഡിൽ ക്രോസ് ചെയ്തിട്ട് ഹാൻഡ് ക്രോസ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ പിടിക്കുക, ജസ്റ്റ് ഒന്ന് ചെരിക്കുക. ആൻഡ് വൺ റെസ്ക്യൂവർ ഷുഡ് സപ്പോർട്ട് ദ ഹെഡ് ആൻഡ് സ്പൈനൽ കനാൽ ഓഫ് ദ സെർവിക്കൽ ഏരിയ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്താൽ പേഷ്യൻറ്റിൻ്റെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാകാതെ നമുക്ക് പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. അതുപോലെ വി ക്യാൻ മിനിമൈസ് ദ ഫർദർ ഇഞ്ചുറീസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ കൂടുതലും സിലബസിലുള്ളത് മാത്രമാണ് എടുത്തിരിക്കുന്നത്, ഫുള്ളും സിലബസിലുള്ളത് മാത്രമാണ്. അപ്പോൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും, മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.